ബോട്ട് ലീഗിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കരിച്ചാൽ ചുണ്ടൻ ആദ്യ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നതാണ് ഇവിടുന്ന് കണ്ണൻ നായർ നൽകുന്ന വിവരം. രണ്ടാം ഹീറ്റ്സിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരി തുഴഞ്ഞ വിയപുരം ഒന്നാമതെത്തി. കണ്ണൻ നായർ കൂടുതൽ വിവരങ്ങൾ നൽകും. കണ്ണൻ, ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വള്ളം കരിച്ചാൽ ചുണ്ടൻ അത് ആദ്യ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എന്നടക്കം എന്തൊക്കെ വിവരങ്ങളാണ് അവിടെ നിന്ന്, അവിടുത്തെ എന്തൊക്കെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുക? രതീഷ്, ആവേശ തിരയിളക്കിയ ഒരു മത്സരമാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. ഇപ്പോൾ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ നടക്കുകയാണ്. തെക്കലോടി വിഭാഗങ്ങളുടെ വള്ളങ്ങളുടെ മത്സരം നടക്കുകയാണ്. പക്ഷേ ചുണ്ടൻ വള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങളെ കുറിച്ചാണ് നമുക്ക് പറയേണ്ടത്. അതിൽ ജലരാജാവ് എന്ന് പറയുന്ന 16 തവണ നെഹ്റു ട്രോഫി നേടിയ ജലരാജാവ് എന്ന് പറയുന്ന കാരിച്ചാൽ ചുണ്ടൻ 1.5 വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് മറ്റേ വള്ളങ്ങളെ 1.5 വള്ളപ്പാടുകൾക്ക് പിന്നിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരികയാണ്. കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എന്ന് പറയുന്ന കുട്ടനാട്ടിൽ നിന്നുള്ള പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. 49 പോയിന്റുമായി അവർ ഒന്നാം സ്ഥാനത്ത് തുടരുന്ന ക്ലബ്ബാണ്. ആ വള്ളം കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. അത് ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ വർഷം പുതുക്കി പണിഞ്ഞ് നീറ്റിലിറക്കിയ വള്ളമാണ് കാരിച്ചാൽ. 51 വർഷത്തെ പാരമ്പര്യമുള്ള കോഴിമുക്ക് നാരായണാചാര്യയുടെ കരവിരുതിൽ പണിഞ്ഞ വള്ളമാണ്. വള്ളംകളി പ്രേമികളൊക്കെ തന്നെ വള്ളംകളി ലോകത്തെ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന കാരിച്ചാൽ ചുണ്ടൻ ഒന്നാം ഹീറ്റ്സിൽ ഒന്നാമതായി എത്തിയിരിക്കുന്നു. രണ്ടാമതെത്തിയത് അപ്പർ കുട്ടനാട്ടിൽ നിന്നുള്ള വിയപുരത്തു നിന്നുള്ള വിയപുരം ചുണ്ടനാണ്. വിയപുരം ചുണ്ടനും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. രണ്ടാം ഹീറ്റ്സിലെ തന്നെ 2 വള്ളപ്പാടുകൾ പിന്നിലാക്കിക്കൊണ്ടാണ് വിയപുരം ചുണ്ടൻ ഈ ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയത്. വില്ലേജ് ബോട്ട് ക്ലബ്ബ് കൈനഗിരിയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ തുഴയുന്ന വള്ളമാണ് വില്ലേജ് ബോട്ട് ക്ലബ്ബ്. ആ വില്ലേജ് ബോട്ട് ക്ലബ്ബിൽ നിന്നുള്ള തുഴക്കാർ തുഴഞ്ഞ ആ വള്ളവും രണ്ടാം ഹീറ്റ്സിൽ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. പിന്നീട് പറയുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിയ നിരണം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ നിരണം ചുണ്ടനാണ്. ആ നാട്ടുകാരുടെ ചുണ്ടനാണ്. ആ ചുണ്ടൻ വള്ളവും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ 3 വള്ളങ്ങൾ ഫൈനലിലേക്ക് യോഗം നേടിയിരിക്കുന്നു. ജലരാജാവ് എന്നറിയപ്പെടുന്ന കാരിച്ചാൽ, രണ്ടാമത് വിയപുരം അപ്പർ കുട്ടനാട്ടിലെ വള്ളമായിട്ടുള്ള വിയപുരം, അപ്പർ കുട്ടനാട്ടിൽ തന്നെ വള്ളമായിട്ടുള്ള നിരണം, ഈ 3 വള്ളങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമായിരിക്കും നടക്കുക. ഇവിടെ 2 മത്സരങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത്. ഒന്നാമത്തേത് ചാമ്പ്യൻസ് ബോട്ട് ലീഗാണ്. 4ാമത്തെ സീസണാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ. അത് അരങ്ങേറുന്നു. അതുപോലെ തന്നെ 10ാമത് പ്രസിഡന്റ്സ് ട്രോഫിയും അരങ്ങേറുകയാണ്. അങ്ങനെ 9 ചുണ്ടൻ വള്ളങ്ങൾ മത്സരിക്കുന്ന ഒരു വളരെ വാശിയോടുകൂടിയുള്ള ഒരു മത്സരം. അഷ്ടമുടിയുടെ ഇരുകരകളിലും വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിച്ച് ആൾക്കാർ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ചെറുവള്ളങ്ങളുണ്ട്. ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ സ്റ്റാൻഡിംഗ് പോയിന്റിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. വഞ്ചിപ്പാട്ട് പാടി ആർപ്പ് വിളിയോടുകൂടി ഓരോ ആൾക്കാരും കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. നെഹ്റു ട്രോഫിക്ക് സമാനമായ രീതിയിലുള്ള ആവേശമൊന്നുമില്ലെങ്കിലും ഇവിടുത്തെ കൊല്ലത്തുകാർക്കും ആവേശമുണ്ട്. വള്ളംകളി തങ്ങളുടെ മനസ്സിലും ചോദിക്കാൻ വരികയായിരുന്നു. നെഹ്റു ട്രോഫിയുമായൊക്കെ എങ്ങനെ ഇതിനെ കമ്പയർ ചെയ്യാൻ കഴിയും? വലിയ ഈ ജലോത്സവം എന്നത് ചെറുതായാലും വലുതായാലും ഒക്കെ വലിയ ആവേശവും അത് പ്രത്യേകതരം സൗന്ദര്യമുള്ളൊരു കാഴ്ചയാണല്ലോ. ഇവിടെ കൊല്ലത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ്? അതായത് ആലപ്പുഴയെ കുറിച്ച് പറയുമ്പോൾ 1000 കഥങ്ങൾക്കപ്പുറത്തായാലും ആലപ്പുഴ എനിക്ക് ആലപ്പുഴ എന്ന് പറയുന്നൊരു പാട്ടുണ്ട്. അതിന് സമാനമാണ്. വള്ളംകളി പ്രേമികൾക്ക് വള്ളംകളി ഏതുമായിക്കോട്ടെ, ചെറു വള്ളംകളി ആയിക്കോട്ടെ, വലിയ വള്ളംകളി ആയിക്കോട്ടെ, ജലോത്സവങ്ങളുടെ ഒളിമ്പിക്സ് എന്ന് പറയുന്ന നെഹ്റു ട്രോഫി ആയിക്കോട്ടെ, ഏത് വള്ളംകളി കണ്ടാലും വള്ളംകളി പ്രേമികൾ ആർപ്പ് വിളിക്കും, വഞ്ചിപ്പാട്ട് പാടും. അത് ഏത് വള്ളമാണ് വരുന്നത് അവർക്ക് ഓരോ ആൾക്കാർക്കും അറിയാം. നിരണം ചുണ്ടനിൽ എത്ര തുഴക്കാരുണ്ട്? കാരിച്ചാൽ ചുണ്ടനിൽ 77 തുഴക്കാരും 9 താളക്കാരും 5 പങ്കായക്കാരുമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി അറിയാവുന്ന ആൾക്കാരാണ്. അവരൊക്കെ തന്നെ ആവേശത്തോടു കൂടി, കൊല്ലമെന്നോ ആലപ്പുഴയെന്നോ ഒന്നും വ്യത്യാസമില്ല. കാര്യം ഗൾഫ് രാജ്യങ്ങളിലും അമേരിക്കയിലും പോലും ഈ വള്ളംകളി നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കുട്ടനാട്ടിൽ നിന്ന് ആരംഭിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 52-ൽ കുട്ടനാട്ടിലേക്ക് എത്തിയ സമയത്ത് അദ്ദേഹം ആ നടുഭാഗം ചുണ്ടനിലേക്ക് ചാടിക്കയറിയെങ്കിൽ അദ്ദേഹത്തെ പോലും അമ്പരപ്പിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലും ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ആവേശം നൽകുന്നതാണ് വള്ളംകളി എന്ന് പറയുന്നത്. അതിന് വേഷമോ ഭാഷയോ വള്ളംകളി എവിടെ ഉണ്ടെങ്കിലും അവിടെ ആവേശം തന്നെയാണ്. വള്ളംകളി എവിടെ ഉണ്ടെങ്കിലും